അല്ല 100-ല് ഒരു 0.5 ചളി അടിച്ചത്. കുറച്ച് ചളി കൂടുതലാണ്. ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഹുസൈല ഫവാസ്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനും ആവാം, പിന്നെ അതിലൊരു എന്താ പറയുക വൈറൽ ഫേസ്ബുക്ക് ആയിട്ടുള്ള ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് കുറേ ചെയ്യണം എന്നിരിക്കുന്നു. വെറുതെ ഇവിടെ വേറെ പണിയൊന്നും എന്ത് ചെയ്യാനാ, ഞാൻ പണിക്കും വെറുതെ പോണത്തോണ്ടിരിക്കും. പക്ഷെ രാത്രി നല്ല അടിപൊളി ഫുഡിൽ ഉണ്ടാക്കി തരും. അത് പറഞ്ഞിട്ടില്ലേ കൊല്ലുന്നെ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല് വൈറൽ ഫേസ്ബുക്ക് വെച്ചാല് നമ്മളെ പിന്നെ ചളി അടിച്ചത് ചളി കൂടുതലാണ്. കുറച്ചൊന്നുമല്ല, കുറെ കൂടുതലാണ്. നിങ്ങൾ ശരിക്കും ഓവറാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഹണിമൂണിന് പോയ ഇവളെ ഫാമിലി കൂട്ടി, ഹണിമൂൺ പറയാൻ പറ്റില്ല, ഒരു ട്രിപ്പ് ഇവളെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയ സമയത്ത് ഇവളെന്നോട് അറിയാണ്ട് പറഞ്ഞു പോയത് നിങ്ങളെ കോമഡി കൊള്ളായിക്കാം. സത്യമായിട്ടും ഞാന് നമ്മളെങ്കിൽ അത് ഏറ്റെടുത്തില്ലേ. പിന്നെ വായി വണ്ടിയിൽ പോകുമ്പോ ഇവര് പറയാ ഭയങ്കര കോമഡി, പിന്നെ എന്റെ കുരുളാനോടും ഏടത്തിനോടെല്ലാം ഭയങ്കര കോമഡിയും ഭയങ്കര എന്നോട് ഇതൊരു കോമഡി ഒന്നും ഉണ്ടായിട്ടില്ലേ. അപ്പൊ ഞാൻ വെച്ചാൽ കൊള്ളാലോ, പ്രണയിക്കുമ്പോ ഇതില്ല. അപ്പൊ ഞാൻ വെച്ചാൽ കൊള്ളാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചോദിച്ചത്. ഞാൻ പറഞ്ഞ കൊള്ളാം, നിങ്ങളെ കോമഡി അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഉണ്ടേനു ആ സമയത്തുള്ള കോമഡി. അതിന് ശേഷം ഇടക്കല്ല, ഒരു 100-ല് ഒരു 1/2%, 100-ല് അരിയല്ല, 100-ല് ഒരു 0.5%. അപ്പൊ ഓക്കെ, പിന്നെ പറഞ്ഞത് ഞാൻ പൂർത്തിയാക്കട്ടെ. ചെയ്യാൻ പോകുന്ന ഫേസ്ബുക്ക് ഞാൻ പറയട്ടെ ഫേസ്ബുക്ക് മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടി കോഫി കിട്ടിയിട്ടില്ല. ഞാനും നമ്മൾ കൊറേ ചെയ്യണം എല്ലാം രണ്ടാളും ഒന്നിച്ചിടും. കുറേ ചെയ്യണം വിചാരിക്കുന്നു. പക്ഷെങ്കിൽ എന്താ പറയുക, വീഡിയോ ആയിട്ട് എടുക്കാന്ന് വെച്ചുകൊണ്ട് ഓരോ ദിവസം വീഡിയോ എടുക്കാമെങ്കിലും ഉടക്കും നിർത്തും, ഉടക്കും നിർത്തും, നിർത്തിട്ടാണ് കിടക്കും. അപ്പൊ പറഞ്ഞ് ഇന്നും വീഡിയോ എടുക്കാമെങ്കിലും ഉടക്കി കിടന്നു, പിന്നെയും എടുക്കാന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഇവിടെ തമ്പലത്തി. സോറി പറഞ്ഞു, സോറി. സ്വാഭാവികം. ഇവിടെ അവിടത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോ. അത് ഇതിപ്പോ കല്യാണിക്കാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോ. കല്യാണത്തിന് മുന്നേ മറ്റേ നമ്മളെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ആ സവാരി എൻ്റെ പേര് ഞാൻ പറഞ്ഞു, മൊട്ടത്തലെന്നൊക്കെ പറഞ്ഞ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ പഠിക്കേണ്ടത് എന്താ പറയുക ക്ഷമ പറയാനാണ്. പഠിച്ചോണ്ടിരിക്കുക. കല്യാണത്തിന് മുന്നേ ക്ഷമ പറയല്ലേ ഇയാളല്ലേ ഇദ്ദേഹം. അപ്പൊ കൊറേ ആൾക്കാരായിരുന്നു കെട്ടിയവനെ ഇയാളെന്നൊക്കെ വെക്കാൻ പാടില്ല. തുടങ്ങാം. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിലേക്ക് നേരത്തെ എല്ലാ പ്രക്രിയകളും താഴ്ന്ന മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണൂത്തുന്നില്ല. ഞാൻ പറ്റില്ല പരീക്ഷ ഞാനാണ്. നല്ല കാറ്റല്ലേ. ഇന്ന് രാവിലെ നോക്കി 3 മണിക്ക് മറ്റേ ഇത് വെതറിന്റെ 24 ഡിഗ്രി. അങ്ങനെയല്ല, ഞാൻ നോക്കുമ്പോ ഇതിന്റെ വെള്ളം മാത്രല്ലേ എടുക്കുള്ളൂ. അല്ല, മഞ്ഞ പോയില്ല. ഇതൊക്കെ നമ്മൾ ഇത്ര കുറച്ച് കാണുന്നില്ല. എനിക്ക് കാണിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇത് ബ്രൂ കോഫി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്.
ഇരുട് പിടിച്ചിട്ടാ എന്താ സംഭവം. അപ്പൊ നമുക്ക് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇരുടായി ഗൈസ്, ഇവിടെ മൊത്തം ഇരുടായി വന്നു. 5 എത്രയായി? 5:15 അപ്പോഴത്തേക്ക് ഇവിടെ അപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ചെറുതായിട്ട് ഇരുടായി വന്നു. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്തായാലും എടുക്കും ഇത് ഉണങ്ങാൻ. അപ്പൊ നമുക്ക് തായല് വെളിച്ചത്തിൽ കാണാം. കുറച്ച് ക്ലിയറൊക്കെ കുറവുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുങ്ങനെ അന്റെ ഇതേടെ ഉണങ്ങിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഓക്കെ പറിക്കാം. വേണ്ട വേണ്ട, വേദനയില്ല. മാറ്റലുണ്ട്, എന്തെല്ലാം വിളിച്ചിട്ടെല്ലാം പോലെ ഉണ്ട്. സുഖം. ഒരു എന്തൊരു കുറച്ച് സോഫ്റ്റ് ആയ പോലെ. എന്താ ഇല്ല ഇല്ല, എൻ്റെ കണ്ടില്ലേ ഭയങ്കര നൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര മാത്രം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. എന്താണ് അടുത്ത പറയുന്നത് അറിയില്ലല്ലോ, ഡയറക്റ്റ് ഇതിലേക്ക് പറയുന്നല്ലേ, അതുകൊണ്ടൊക്കെ കിട്ടിയില്ല. അപ്പൊ ഓക്കെ, നമ്മുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ. സില ഫവാസ്.